ആര്യൻ രേന ഫാത്തിമയെ കയറി പിടിക്കാൻ ചെന്നു. സോ സദാചാരത്തിൻ്റെ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ തുടരുകയാണ്. സോ എന്താണെന്നല്ലേ നോക്കാം. ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ലാലേട്ടൻ്റെ എപ്പിസോഡിലൊക്കെയുള്ള ടോപ്പിക്ക് റെഡിയാക്കുകയാണ് ഹൗസ് മേറ്റ്, പ്രത്യേകിച്ച് ബിന്നി. അവിടെ ബിന്നി രേന ഫാത്തിമയോട് ചോദിക്കുകയാണ്, ആര്യൻ രേന ഫാത്തിമയോട് ചെയ്ത ആക്ട് അതൊരു എന്താ പറയുക, ഇൻറ്റൻഷനലി ചെയ്തൊരു ബാഡ് ബിഹേവിയർ ആണെന്ന് നീ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാവും. അത് ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിൻ ആര്യൻ്റെ ബെഡിൽ, അതായത് ഉറങ്ങുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് ആര്യൻ എവിടെയോ ബാത്റൂമിലോ എവിടെയോ പോയിട്ട് വരികയാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ നെവിനാണെന്നുണ്ടെങ്കിൽ ആര്യൻ്റെ ബെഡിൽ കയറി കിടന്നു. പിന്നെ ആര്യം വന്നിട്ട് ആരാ ബെഡിൽ കിടക്കുന്നത് ചവിട്ടി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നെവിൻ, അപ്പോൾ ആര്യന് മനസ്സിലായെന്ന് തോന്നുന്നു നെവിനോ ആരോ ആണ് കയറി കിടക്കുന്നത് എന്നുള്ള രീതി. സോ അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നെവിൻ അവിടെ കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം പോയിട്ട് നെവിൻ്റെ ബെഡിൽ കയറി കിടന്നു. അപ്പോൾ നെവിൻ അവിടുന്ന് മാറി, എനിക്ക് തോന്നുന്നു അനുമോളുടെ ബെഡിലാണെന്ന് തോന്നുന്നു, അപ്പോൾ കയറി കിടക്കുന്നുണ്ട്. അപ്പോഴത്തേന് ആര്യം തിരിച്ച് ബെഡിലോട്ട്, അവൻ്റെ ബെഡിലോട്ട് തിരിച്ച് വരാൻ നേരത്ത് റേന ഫാത്തിമ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ റേന ഫാത്തിമ കയറി കിടന്നു. അപ്പോൾ റേന ഫാത്തിമയെ ആര്യനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് കയറി കിടന്നത്. അപ്പോൾ അതിൽ ട്രിഗറായ ആര്യൻ റേന ഫാത്തിമയുടെ കൂടെ കിടക്കാൻ പോകാന്നുള്ള രീതിയിൽ, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോകാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ആക്ട് ചെയ്തു. അപ്പോഴത്തെ റേന ഫാത്തിമ പേടിച്ച് പെട്ടെന്ന് അങ്ങ് എണ്ണീറ്റു. അപ്പോൾ ഞാൻ എണ്ണീറ്റ് പോകും എന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ അവൻ അവിടെ കിടക്കുകയും ചെയ്തു. റേന ഫാത്തിമ തിരിച്ചു വന്ന് അവളുടെ ബെഡിൽ കിടന്നു. അതുവരെയും ഓക്കെയാണ്. റേന ഫാത്തിമ എന്തോലും ചെറുതായിട്ട് പേടിച്ചു അവൻ അങ്ങനെ പെട്ടെന്ന് വന്നപ്പോഴത്തേന്. അവൾ വിചാരിച്ചില്ല അവൻ അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. എന്തോലും ആര്യനാണ്, സ്വാഭാവികമായിട്ടും അവൻ്റെ ബിഹേവിയർ എല്ലാവരും കാണുന്നതാണ്, അവൻ അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ജഡ്ജ് ചെയ്തില്ലെങ്കിൽ അത് റേന ഫാത്തിമയുടെ കുഴപ്പമാണ്. എന്ത് തന്നെയാണെങ്കിലും തിരിച്ച് റേന ഫാത്തിമയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പുള്ളിക്കാരത്തെ അവിടെ വന്ന് കിടന്നപ്പോഴത്തേക്കും ബിന്നി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നിവിൻ വന്ന് കിടന്നപ്പോൾ അവനെ ഇങ്ങനെ തൊടുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ഒക്കെ ചെയ്ത ആര്യന് നീ വന്ന് കിടന്നപ്പോഴത്തേന് കയറി പിടിക്കാൻ തോന്നി. അപ്പോൾ അതൊരു ബാഡ് ഇൻറ്റൻഷനാണ്. സോ അപ്പോൾ അതിനെ നിനക്കൊന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നീ ഒന്ന് റീതിങ്ക് ചെയ്ത് അതൊരു ബാഡ് ഇൻറ്റൻഷൻ ആണോ അല്ലയോ, നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്യുന്നു. സോ ഈ ബിന്നിയുടെ ഗെയിം അത്യാവശ്യം നല്ല ലെവലിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ഇതെല്ലാം കൊണ്ട് കല ഉടയ്ക്കുന്ന രീതിയിലാണ് ബിന്നി അവിടെ കാണിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം റേന ഫാത്തിമ അനുമോളോട് ആ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് പുള്ളിക്കാരത്തി പൊട്ടിക്കരഞ്ഞു. എനിക്ക് തോന്നുന്നു ബിന്നി അങ്ങനെ പറഞ്ഞാൽ പിന്നെ നാട്ടുകാരിൽ ഇനി അങ്ങനെയാണോ കാണുന്നത് എന്നുള്ള രീതിയിൽ പേടിച്ചിട്ട് കരഞ്ഞായിരിക്കണം. എന്തു തന്നെയാണെങ്കിലും ബിന്നി അത് ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.